ഇനി എനിക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് ഉറപ്പുള്ള കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. സ്കിൻ കെയറിന് വേണ്ടി ഞാനത് ഉപയോഗിച്ചു, പക്ഷേ എനിക്ക് നല്ല പണിയാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ മണിയും നിങ്ങളുടെ സമയവും പിന്നെ ബ്രേക്ക്ഔട്ട്സിൽ നിന്നും ചിലപ്പം എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റിയേക്കും. പിന്നെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെൻഡ്സ് ഫോളോ ചെയ്യുന്നതല്ല, ഓരോ ട്രെൻഡ്സ് ഫോളോ ചെയ്യുന്നതല്ല. ആക്ച്വലി നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ളതാണോ ഇത് എന്ന് മനസ്സിലാക്കിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഏതൊക്കെ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടല്ലേ, ഏതൊക്കെ ബ്രാൻഡ്സിന്റെ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടാണ് എനിക്ക് നല്ല പണി കിട്ടിയത്, പിന്നെ ഏതൊക്കെ ട്രെൻഡ്, ഓരോ സമയത്ത് ഓരോ ട്രെൻഡ്സ് അല്ലായിരുന്നു, അതൊക്കെ ഉപയോഗിച്ചിട്ട് എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, അതിൽ നിന്നും എനിക്ക് കുറേ പണി കിട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ കുറച്ച് നമ്മുടെ സ്കിൻ ബാരിയർ തന്നെ ഇല്ലാതാക്കുന്ന കുറച്ച് സ്കിൻ കെയർ മിസ്റ്റേക്സ് ഉണ്ട്. അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡ്സിനോടുള്ള എൻ്റെ വെറുപ്പോ ഒന്നുമല്ല. ഇപ്പൊ എനിക്ക് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടാത്തത്, അല്ലെങ്കിൽ പണി കിട്ടിയത് വേറൊരാൾക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആയിരിക്കാം. അപ്പൊ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാനിൽ പറയുന്നത്. എനിക്ക് ഒരു ബ്രാൻഡ്സിനോടും ഒന്നിനോടും എനിക്ക് വെറുപ്പോ ഒന്നുമില്ല, ജസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നു, അത്ര തന്നെ. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫസ്റ്റ് ഉപയോഗിച്ച സൺസ്ക്രീൻ ആണ്, ലോട്ടസിന്റെ ജെൽ സൺസ്ക്രീൻ. അതായത് എനിക്കൊന്നും അറിയില്ല കുറേ നാൾ, അതായത് ഈ സൺസ്ക്രീൻ ഒക്കെ ഇങ്ങനെ ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിരുന്നു, ഒരു 4 ഇയേഴ്സ് മുന്നേ എന്തോ. അപ്പം ഞാനും വിചാരിച്ചു ഒന്ന് യൂസ് ചെയ്യാന്ന്. അങ്ങനെ ഞാൻ മിന്ത്രയിൽ ഓർഡർ ചെയ്തു. ഒരുപാട് ഞാൻ സെർച്ച് ഒന്നും ചെയ്തില്ല. നോക്കിയപ്പോൾ അത്യാവശ്യം കുറച്ച് പേരൊക്കെ വാങ്ങിയിട്ടുണ്ട്, റേറ്റിംഗ്സ് ഒക്കെ ഉണ്ട്, അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. പിന്നെ അത് ഞാനങ്ങനെ ഉപയോഗിച്ച് തുടങ്ങി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ മോയ്സ്ചറൈസർ ഒക്കെ ഇടണം. ഞാൻ മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ഈ സൺസ്ക്രീൻ അങ്ങ് ഇട്ട് തുടങ്ങി. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ജെല്ലായതുകൊണ്ട് ഇങ്ങനെ ഇളവാൻ തുടങ്ങും. ചിലപ്പം ഞാനിത് ഇട്ട് കുറച്ച് മേളിങ്ങനെ പൗഡറൊക്കെ ഇട്ട് ജസ്റ്റ് പൗഡർ ഇങ്ങനെ ഒന്ന് ഹാർഷായിട്ടുള്ളൊരു ഹാർഡായിട്ട് ഇങ്ങനെ സ്കിന്നിലായാൽ അതിങ്ങനെ ഇളവാൻ തുടങ്ങും. പിന്നെ വീണ്ടും ഞാൻ മുഖം കഴുകണം, വീണ്ടും അപ്ലൈ ചെയ്യണം, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം എനിക്കറിയില്ലല്ലോ, ഞാനങ്ങ് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം എനിക്കിതാ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുരുകുരാന്നിങ്ങനെ കുറേ പിമ്പിൾസ് വരാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ പണിയാണ്, ഇതിൽ നിന്ന് പണി കിട്ടിയതാണ്. പിന്നെ ഞാൻ കുറേ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ കുറേ പേർക്കും ഇതിൻ്റെ ഈ സെയിം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. കുറേ പേര് നല്ലതും പറയുന്നുണ്ട്, കുറേ പേര് ചീത്തയും പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ സ്കിന്നിന് പറ്റിയതല്ല, അതായത് എൻ്റെ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിന് പറ്റിയതല്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. മേ ബി എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം അത്, കാരണം ഞാൻ പ്രോപ്പറായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്തില്ല, അല്ലെങ്കിൽ ഇത് ഓയിലി സ്കിന്നിനോ അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിന്നിന് പറ്റിയതാണോ എന്ന് ഞാൻ ചെക്ക് ചെയ്തില്ല. അപ്പം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉപയോഗിച്ച സൺസ്ക്രീൻ തന്നെ എനിക്ക് പണി തന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ട്രോമ കാരണം ഞാൻ ഒരു വർഷത്തേക്ക് പിന്നെ ഞാൻ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്തില്ല, സൺസ്ക്രീനെ ഞാൻ അങ്ങ് നിർത്തി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എനിക്ക് പണി തന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും തങ്കക്കുടമായ ഹിമാലയയുടെ ഫേസ് വാഷ് ആണ്, നീം ഫേസ് വാഷ്. അത് ഹിമാലയയുടെ ഫേസ് വാഷ് യൂസ് ചെയ്യാത്ത ആരും കാണില്ല സത്യം പറഞ്ഞാൽ. എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാത്ത ആരും കാണില്ല, ലിറ്ററലി ആരും കാണില്ല എന്ന് തോന്നുന്നു. കാരണം നമുക്ക് 15 രൂപയ്ക്ക് കിട്ടുന്ന അത് മാത്രമാണ്. പെട്ടെന്ന് നമുക്ക് എവിടെ പോയാലും ഒരു കടയിൽ ചെന്നാൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഹിമാലയയുടെ ഒരു ഫേസ് വാഷ് ആണ്. അതും എനിക്കങ്ങനെ ഫേസ് വാഷ് എന്തിനാണ്, മുഖം കഴുകാനായിട്ട്. സോപ്പിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് ഞാൻ നേരെ പോയത് എങ്ങോട്ടാണ്, നേരെ ഈ ഫേസ് വാഷിലോട്ടാണ്. ചെറിയ പാക്കറ്റ് നമുക്ക് കിട്ടും, എവിടെ പോയാലും കിട്ടും. അങ്ങനെ ഞാൻ അത് ഉപയോഗിച്ച് തുടങ്ങി. അപ്പം അതിൽ പൊതുവെ പറയുന്ന എന്താണ്, പിമ്പിളിന് ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ, നീമൊക്കെ ആയതുകൊണ്ട്, ഇൻഗ്രീഡിയൻസ് നീമൊക്കെ ആയതുകൊണ്ട് അത് ഉപയോഗിച്ച് തുടങ്ങി. എനിക്ക് പിമ്പിൾസ് ഒക്കെ വരുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട്. അത് തീർന്നപ്പോൾ എനിക്ക് സോപ്പിലോട്ട് സ്വിച്ച് ചെയ്യാൻ എനിക്കത് ഞാൻ ഓർഡർ ചെയ്ത് എനിക്ക് ലേറ്റ് ആയി അത് കിട്ടാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് സോപ്പൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് വാങ്ങി യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് വീണ്ടും പിമ്പിൾസ് വന്നു തുടങ്ങി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു ഫേസ് വാഷ് സീനാണ് എന്നുള്ളത്. അങ്ങനെ ഞാൻ അതും നിർത്തി. അത് എന്നെപ്പോലെ നിങ്ങൾക്കും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ പച്ച ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട്. രണ്ടാമത്തെ പ്രോഡക്റ്റ് അതാണ്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ബയോട്ടിക്കിൻ്റെ മോയ്സ്ചറൈസർ. ഇതും ഞാൻ ഒരു ബിഗിനർ ആയിരുന്നപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. എന്തിനാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന പോലും എനിക്ക് അറിയില്ലായിരുന്നു. അതും ഒരു 4-5 വർഷം മുന്നെയാണ് ഞാൻ ഈ ബയോട്ടിക്കിൻ്റെ ഫേസ് വാഷ് വാങ്ങുന്നത്. നോക്കിയപ്പോൾ ഇറ്റ് വാസ് ചീപ്പ്, ലൈക്ക് ഒരു 150 എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനത് വാങ്ങിച്ചു. അപ്പോഴേ ഞാൻ വിചാരിക്കുന്നത് മോയ്സ്ചറൈസർ എന്താണ്,
അങ്ങ് ഫേസിലൊന്നും ഇടേണ്ട ആവശ്യമില്ല, ലൈക്ക് കയ്യിലും കാലിലും ഒക്കെ ഇടാം. അപ്പോഴാണ് ഞാനിങ്ങനെ എടുത്ത് വായിച്ചു നോക്കിയത്. അത് ഫേസിൽ അപ്ലൈ ചെയ്യാം, ഫേസിന് നല്ലതാണ്, ഗ്ലോ കിട്ടും, ബ്രൈറ്റൻ ആവും എന്നൊക്കെ കണ്ടിട്ട് ഞാൻ ഫേസിൽ എടുത്ത് അപ്ലൈ ചെയ്തു. അത് ഞാൻ ഒരുപാടൊന്നും അപ്ലൈ ചെയ്തില്ല. അത് അപ്ലൈ ചെയ്തൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓയിൽ, എൻ്റെ ഫേസിൽ നിന്ന് വന്ന ഓയിലിന് കയ്യും കണക്കുമില്ല. ഇങ്ങനെ തിളങ്ങി, സ്കിന്ന് ഡള്ളായി, ഭയങ്കര മോശമായിരുന്നു, നല്ല മോശമായിരുന്നു അത്. പിന്നെ ഞാൻ എന്തോ ഭാഗ്യത്തിന് അത് കുറേ നാളൊന്നും ഞാൻ യൂസ് ചെയ്യാൻ നിന്നില്ല. ഇതെനിക്ക് മനസ്സിലായി, ഒരു 2 പ്രാവശ്യം യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇറ്റ്സ് നോട്ട് ഫോർ മൈ സ്കിൻ എന്ന് മനസ്സിലാക്കി ഞാനത് നിർത്തി. അപ്പോൾ അത് എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, കാരണം അത് ഓയിലി സ്കിന്നിനുള്ളതല്ല. അതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കില്ലല്ലോ, ഇല്ലായിരുന്നായിരിക്കണം. അങ്ങനെ ആ ഒരു ഫേസ് വാഷിനെ നിർത്തി, ബയോട്ടിക്കിൻ്റെ ഫേസ് വാഷിലുള്ള മോയ്സ്ചറൈസറെ നിർത്തി. ഇറ്റ്സ് നോട്ട് ഫോർ ഓയിലി സ്കിൻ, അതെനിക്ക് പക്ക ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിനെ ഒന്നുമല്ല, വിറ്റമിൻ സി സീറത്തിനെ പറ്റിയാണ്. അതിനെപ്പറ്റി എന്ത് പറയണമെന്ന് പറഞ്ഞാൽ, അത് യൂസ് ചെയ്തേണ്ട കുറച്ച് രീതികളുണ്ട്. അതെന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരും വിചാരിക്കും വിറ്റമിൻ സി സീറം ഓഫ് കോഴ്സ് നല്ലൊരു പ്രോഡക്റ്റ് ആണ്, നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഒരു പെർഫെക്റ്റ് വൺ ആണ്. പക്ഷേ അതിൻ്റെ സ്ട്രോങ് ഫോർമുല, അതായത് ഒരു 15 അതൊക്കെ എടുത്ത് നമ്മൾ ആദ്യമേ യൂസ് ചെയ്യരുത് ഒരിക്കലും. കാരണം നമുക്ക് നല്ല റെഡ്നെസ്സും ഇച്ചിങ്ങും പിന്നെ ബ്രേക്ക് ഔട്ട്സ് ഒക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ വിറ്റമിൻ സി സീറം ഉപയോഗിക്കുമ്പോൾ മാക്സിമം, അതായത് ചെറിയ ഫോർമുലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഒരു 5% to 10 വരുന്ന പെർസെൻറ്റേജ് യൂസ് ചെയ്യുക വിറ്റമിൻ സി സീറം ഉപയോഗിക്കുമ്പോൾ. പിന്നെ ഒരു കാര്യം, വിറ്റമിൻ സി സീറം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ എന്തായാലും, രാവിലെ പുറത്തിറങ്ങുമ്പോൾ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പിന്നെ വിറ്റമിൻ സി സീറത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, അത് പെട്ടെന്ന് ഓക്സിഡൈസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്സിഡൈസ്ഡ് ആയാലെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ, അത് സിറത്തിൻ്റെ കളറ് മാറും, ഒരു ബ്രൗൺ, യെല്ലോയിഷ് ബ്രൗൺ അങ്ങനത്തെ കളറായ പിന്നെ നമ്മൾ അത് യൂസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, അത് ഇൻഎഫക്റ്റീവ് ആവും. പിന്നെ നമ്മുടെ സ്കിന്നിന് അത് കുറച്ചുകൂടെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും തരുന്നത്. അപ്പം വിറ്റമിൻ സി സീറം ഉപയോഗിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചെറിയ കോൺസെൻട്രേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, സൺസ്ക്രീൻ യൂസ് ചെയ്യുക, പിന്നെ ഓക്സിഡൈസ്ഡ് ആവാതെ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് വിറ്റമിൻ സി സീറം. അത് നല്ലൊരു പ്രോഡക്റ്റ് തന്നെ, ശ്രദ്ധിച്ച് യൂസ് ചെയ്താൽ നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് വിറ്റമിൻ സി സീറം എന്ന് പറഞ്ഞാൽ. ഞാൻ ചെറുതായിട്ടൊന്ന് വേർക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്, കാരണം നല്ല ചൂട് ഇവിടെ. യാ അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ ഐസ് ക്യൂബ് ഇപ്പോഴും ട്രെൻഡിങ് ആണ്, കുറച്ച് നാൾ മുന്നേയും ട്രെൻഡിങ് ആണ്. നമ്മളെല്ലാം കാണുന്നുണ്ട്, സെലിബ്രിറ്റീസ് കുറേ ഐസ് ക്യൂബ് എടുത്ത് വെച്ചിട്ട് അതിൽ മുഖത്ത് മുക്കി ഇങ്ങനെ എണീക്കുമ്പോൾ അവരുടെ ഫേസിലൊക്കെ പഫിനെസ് ഒക്കെ മാറും. ഓഫ് കോഴ്സ് അതൊക്കെ മാറും, പക്ഷേ അതെല്ലാ സ്കിന്നിനും സ്യൂട്ടബിൾ അല്ല. എസ്പെഷ്യലി ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവരുടെ ബ്രേക്ക് ഔട്ട്സ് കൂട്ടും ഈ നമ്മൾ ഐസിലിങ്ങനെ ഫേസ് ഇങ്ങനെ മുക്കുമ്പോൾ. പിന്നെ മൈഗ്രെയിൻ ഉള്ളവരാരും യൂസ് ചെയ്യില്ല, കാരണം അവർക്ക് പണി കിട്ടുമെന്ന് എന്തായാലും അറിയാം. അപ്പോൾ ഐസ് ക്യൂബ് യൂസ് ചെയ്യണം. ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്ക് ഐസ് ക്യൂബ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഐസ് ക്യൂബ് ഒരു കോട്ടൺ പാഡിലോ ഒരു തുണിയിലോ റാപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുക. അല്ലാതെ ജസ്റ്റ് അതെടുത്ത് ഇങ്ങനെ മുക്കിയാൽ നല്ലതിനേക്കാളും നമുക്ക് മോശം എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഗ്ലോ കിട്ടും, കുറച്ച് നേരത്തേക്ക് ഗ്ലോ കിട്ടും, പിന്നെ നമുക്ക് അങ്ങനെ പതിയെ ബ്രേക്ക് ഔട്ട്സും പിമ്പിൾസും റെഡ്നെസ് ഒക്കെ അങ്ങ് വന്ന് തുടങ്ങിക്കോളും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ട്രെൻഡിങ്ങിൽ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവരുടെ സ്കിന്നും അല്ല നമ്മുടെ സ്കിന്ന്, നമ്മുടെ ഓരോരുത്തരുടെ സ്കിന്നും യുണീക്കാണ്. ഇപ്പോൾ യൂസ് ചെയ്ത് 2 ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതാണ് ഞാൻ എത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്. ഞാനും ഇത് സെലിബ്രിറ്റീസൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ചെയ്തു, കുഴപ്പമില്ല. ഇങ്ങനെ ഫേസ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ചെറിയൊരു നല്ല ഭംഗിയൊക്കെ വരുന്നുണ്ട്. പിന്നെ ആയപ്പോൾ ബ്രേക്ക് ഔട്ട്സ്, ചെറിയ പിമ്പിൾസ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞു, വീഡിയോ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു ട്രെൻഡിങ്ങിന് ഒത്തു പോവരുത്. ആ ട്രെൻഡിങ്ങിൽ വരുന്ന നമ്മുടെ സ്കിന്നിന് പറ്റിയതാണോ, നമ്മുടെ സ്കിന്നിന് അത് ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ആരും ചെയ്യാൻ ചാൻസ് ഇല്ല. അതൊരു 4-5 വർഷം മുന്നേ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നതാണ്. പിമ്പിൾസ് വരുമ്പോൾ ഉടനെ പേസ്റ്റ് എടുത്ത് വയ്ക്കാം, തീർന്നു, പിമ്പിൾസ് ചത്തു എന്ന് വിചാരിക്കും. പക്ഷെ ഇപ്പം ആരെങ്കിലും ചെയ്യുമെന്ന് അറിയില്ല. പിമ്പിൾസ് വരുമ്പോൾ ഈ നമ്മൾ പേസ്റ്റ് വയ്ക്കുമ്പോൾ അത് താരും, അങ്ങ് ഇല്ലാണ്ടാവും, ഇങ്ങനെ കരിഞ്ഞു പോവും. പക്ഷെ അത് ഡാർക്ക് സ്പോട്ട് വരുത്തും പേസ്റ്റ്. പക്ഷെ ഇപ്പോഴും അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ്. അതിനൊരു നല്ലൊരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടും. ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് സ്പോട്ട് വരും. അപ്പോൾ ഇപ്പോഴും അങ്ങനെ ആരെങ്കിലും ടൂത്ത് പേസ്റ്റ് എടുത്ത് പിമ്പിൾസിൽ വയ്ക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് ടെമ്പററി സൊല്യൂഷൻ, യൂസ് ചെയ്യരുത്. അതാണ് അടുത്തൊരു ട്രെൻഡ് എന്ന് പറഞ്ഞത്. ഇപ്പം ആരെങ്കിലും യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല.
ചെയ്യുന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് പറഞ്ഞതാണ്. ഇനി അടുത്ത വരുന്നതാണ് ഓവർ എക്സ്ഫോലിയേഷൻ. അതായത് സ്ക്രബ് ഒക്കെ നമ്മൾ ചെയ്യില്ല, സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. മൂക്കിലും താടിയിലും ഇവിടെയൊക്കെ ഇങ്ങനെ സ്ക്രബ് ചെയ്തങ്ങ് കഴിയുമ്പോൾ ഭയങ്കര അങ്ങ് ഡാർക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ, പക്ഷേ ഡാർക്ക് ഹെഡ്സ് ഒന്ന് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ അങ്ങ് പോയി നല്ല സ്മൂത്ത് ആവും. പക്ഷേ ഈ ഓവർ എക്സ്ഫോലിയേഷൻ എന്താണ്, നമ്മുടെ ഫേസിന്റെ നാച്ചുറൽ ഓയിൽ അതായത് റിമൂവ് ചെയ്തിട്ട് എക്സസ് ഓയിൽ അത് അതാണ് ഓവർ എക്സ്പോലിയേഷന്റെ പ്രശ്നം എന്ന് പറയും, വൺ അമംഗ് ദ പ്രശ്നം എന്ന് പറഞ്ഞാൽ. അടുത്ത് ഞാൻ പറയാൻ പോകുന്ന സാധനമാണ് ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ കത്തി നിന്ന ഒരു സാധനമാണ്. ഒരു ഒന്നോ രണ്ടോ വർഷം മുന്നേ വരെ കൊറിയൻ ഗ്ലാസ് സ്കിൻ. റൈസ് ഉപയോഗിച്ച് കൊറിയൻ ഗ്ലാസ് സ്കിന്നെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഗ്ലാസ് സ്കിൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് കുറേ അരിയെടുത്തൊക്കെ ഇട്ട് വെള്ളത്തിൽ മുക്കി വെച്ച് പിറ്റേന്ന് അതെടുത്ത് മുഖം കഴുകി കുറേ കുരുവൊക്കെ വരുത്തി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെന്താണ്, ചോറൊക്കെ അരച്ച് മുഖത്ത് തേച്ചു. ചോറ് അത് ഞാൻ ചെയ്തിട്ടുണ്ടോയെന്ന് അറിഞ്ഞില്ല, പക്ഷേ ഈ റൈസ് വാട്ടർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരെ നമ്മളെ പോലെ ഇങ്ങനെ എന്താണ് റോ ആയിട്ടും ഹെവി ആയിട്ടും അല്ലെങ്കിൽ ബാക്ടീരിയ ഒക്കെ ഉള്ള വെള്ളമൊന്നും അല്ല എടുത്ത് മുഖത്ത് ഒഴിക്കുന്നത്. അവര് പ്രോപ്പർലി ഫോമുലേറ്റഡും നല്ല ഫിൽറ്റേർഡും ഒക്കെ ആയിട്ടുള്ളതാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ഇമ്പാക്റ്റ് അവർക്കും കിട്ടിയിട്ടുണ്ട്. അന്ന് പറഞ്ഞാൽ നമ്മൾ അതെടുത്ത് ചെയ്താൽ നമുക്ക് പണി കിട്ടും. എനിക്ക് എന്തായാലും പണി കിട്ടി, നല്ല എഫക്റ്റ് ഉള്ളവരും കാണും. പക്ഷേ ഇതാണ് സംഭവം. റൈസ് വാട്ടർ എന്താണ്, നമ്മൾ ഈ റൈസ് വാട്ടർ ഉപയോഗിക്കുമ്പോൾ അത് കൊമഡോജനിക് ആണ്. നമ്മുടെ പോർസിൻ്റെ അകത്ത് അത് കയറിയിരുന്ന് നമുക്ക് പിമ്പിൾസും ബ്രേക്ക്ഔട്ട്സും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത് ഉപയോഗിച്ച് എനിക്ക് നല്ല പോലെ പണി കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്ത് ചെയ്തിട്ടാണ് ഈ പണി കിട്ടാത്തത്? ഇതൊക്കെ ചെയ്ത് പണി കിട്ടിയോണ്ടല്ലേ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു തരാൻ പറ്റിയത്. ഞാനൊരു 10 കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരെണ്ണം മാത്രമായിരിക്കും ചിലപ്പോൾ എനിക്ക് എഫക്റ്റീവായിട്ട് വന്നത്. മണ്ടത്തരങ്ങളിൽ നിന്നല്ലേ നമ്മളെല്ലാവരും പഠിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഞാൻ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ് പണി കിട്ടിയത്, ഏതൊക്കെ പ്രോഡക്ട്സ് എന്തൊക്കെ ചെയ്തു, ബ്രേക്ക്ഔട്ട്സ് ഒക്കെ വന്നെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും വായിച്ച് നോക്കാം. ഇപ്പം ഈ ഒരു കമൻറ്റ് വായിച്ചിട്ട് കുറേ ഗേൾസിനെ നമുക്ക് അതിൽ നിന്ന് രക്ഷിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്ത് പണി കിട്ടിയ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ബ്യൂട്ടി ഹാക്സ് അല്ലെങ്കിൽ ട്രെൻഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.